ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന ഒരു ചാപ്റ്ററാണ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 ടൈപ്പ് മീറ്ററുകളെ പഠിക്കാം. അതായത് MI മീറ്ററുകൾ, മൂവിങ് അയൺ മീറ്ററുകൾ, മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ MC ഇൻസ്ട്രുമെന്റ്സ്, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ്, മൂവിങ് കോയിൽ മീറ്ററുകൾ. പിന്നെ മൂന്നാമതൊരു ടൈപ്പ് ഡൈനമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അങ്ങനെ 3 ഇൻസ്ട്രുമെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുകയും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. മൊത്തത്തിൽ ഈ 3 ഇൻസ്ട്രുമെന്റുകളും പിന്നെ കൂടെ ധാരാളം ഇൻസ്ട്രുമെന്റുകളും മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് അതിൻ്റെ മെയിൻ. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ്, കറണ്ട്, ഇലക്ട്രിക്കൽ പവർ, ഇലക്ട്രിക്കൽ എനർജി, അതുപോലെ മറ്റ് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എന്നിങ്ങനെയുള്ള പാരാമീറ്റേഴ്സ്, പിന്നെ ഫ്രീക്വൻസി, അതുപോലെ ആംപ്ലിറ്റ്യൂഡ് തുടങ്ങി ഒത്തിരി ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്, മൊത്തത്തിൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. അവയൊക്കെ നേരിട്ട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അവയെല്ലാം കൂടെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ആ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ മെഷർമെന്റ്സ് എന്ന് പറയും. മെഷർമെന്റ്സ്, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ്. അപ്പോൾ മെഷർമെന്റ്സ് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ. അപ്പോൾ വളരെ ഡീപ്പായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട, നമുക്ക് ഈ മീറ്ററിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകാം. ആദ്യമായി മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റുകൾ. അപ്പോൾ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുമ്പോൾ MI ഇൻസ്ട്രുമെന്റുകൾ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഇൻസ്ട്രുമെന്റുകൾ മൊത്തം ഇൻസ്ട്രുമെന്റ്സിന്റെ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ വൈഡായിട്ട് തന്നെയാണ് ഉള്ളത്. അവ നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്തായിരുന്നാലും ഞാൻ പേരെന്ന് പറഞ്ഞു പോവാം. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മൊത്തത്തിൽ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് എന്നും പിന്നെ ഒന്ന് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്നും. അതിൽ ഈ പ്രൈമറി ഇൻസ്ട്രുമെന്റുകൾ, ഗണത്തിൽപ്പെടുന്ന ഇൻസ്ട്രുമെന്റുകൾ നേരിട്ട് ഒരു മെഷർമെന്റ് നടത്തുമ്പോൾ റീഡിംഗ് തരുന്നതുണ്ട്. അപ്പോൾ ഒരു മെഷർമെന്റ് നടത്തിയതിനു ശേഷം പ്രൈമറി ഇൻസ്ട്രുമെന്റുകളിൽ വീണ്ടും ഒരു കാൽക്കുലേഷനോ കമ്പാരിസണോ ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ മെഷർ ചെയ്ത ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയാൻ പറ്റുന്നുള്ളൂ. അത്തരം ഇൻസ്ട്രുമെന്റുകൾക്ക് ലബോറട്ടറികളിലാണ് കൂടുതൽ യൂസ്. അല്ലെങ്കിൽ സെക്കൻഡറി ഈ ഗ്രൂപ്പിൽപ്പെടുന്ന ഇൻസ്ട്രുമെന്റുകളെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും അവയെ കാലിബ്രേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ഗ്രൂപ്പിൽപ്പെടുന്ന ഇൻസ്ട്രുമെന്റുകൾ സെക്കൻഡറി ഇൻസ്ട്രുമെന്റുകളാണ്. ആ സെക്കൻഡറി ഇൻസ്ട്രുമെന്റുകളിൽ തന്നെ മെഷർ ചെയ്യുന്ന സമയത്ത് തന്നെ നേരിട്ട് മെഷർ ചെയ്ത ക്വാണ്ടിറ്റിയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് മീറ്റർ ഉണ്ട് സെക്കൻഡറി ഇൻസ്ട്രുമെന്റിൽ. സെക്കൻഡറി ഇൻസ്ട്രുമെന്റിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറയുന്ന 3 കാറ്റഗറികളുണ്ട്. അതിൽ ആദ്യം ഞാൻ പറഞ്ഞ സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന്റെ ആദ്യത്തെ സബ്ഡിവിഷനായി വരുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ആ ഇൻസ്ട്രുമെന്റിന്റെ ഗണത്തിൽപ്പെടുന്നതാണ് ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റും മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റും, അതുപോലെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഡൈനമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റുമല്ല ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് അതിനെ വിളിക്കാൻ കാര്യം, ഇവ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി, സപ്പോസ് ഒരു വോൾട്ടേജ്, ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടി കടന്നു പോകുന്ന കറണ്ട്, അത് മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, ഇപ്പോൾ വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ വോൾട്ട് മീറ്റർ, കറണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അമ്മീറ്റർ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവറാണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാട്ട് മീറ്റർ. ഇങ്ങനെയുള്ള മീറ്ററുകൾ നമ്മൾ സർക്യൂട്ടിലേക്ക് ഇട്ടിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ക്വാണ്ടിറ്റി എത്രയാണ്, ഇപ്പോൾ വോൾട്ട് മീറ്റർ ഇട്ടിട്ട് എത്ര വോൾട്ടേജ് ആണ് എന്ന് സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് ലൈവാക്കുമ്പോൾ എത്ര വോൾട്ടേജ് ആണെന്ന് മീറ്റർ കാണിച്ചു തരുന്നു. അപ്പോൾ indicating instruments are those instruments which give
ദി ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ് അറ്റ് ദി ടൈം ഓഫ് മെഷർമെന്റ്. മെഷർമെന്റ് നടത്തുന്ന സമയത്ത് തന്നെ ആ സർക്യൂട്ടിലെ ഏത് ക്വാണ്ടിറ്റിയാണോ നമുക്ക് അറിയേണ്ടത്, അതിനായി നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന മീറ്ററുകൾ അന്നേരം തന്നെ ആ വാല്യൂ എത്രയാണ് എന്ന് കാണിച്ചു തരുന്നതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. മെഷർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്വാണ്ടിറ്റി അറിയാൻ പറ്റും. അമ്മീറ്റർ ഇട്ട് കറണ്ട് മെഷർ ചെയ്യുമ്പോൾ സർക്യൂട്ട് ലൈവായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത്ര ആംപിയർ കറണ്ട് പോകുന്നു എന്ന് മീറ്റർ കാണിച്ചു തരും. അതുപോലെ വോൾട്ടേജ് എത്രയാണെന്ന് മെഷർമെന്റ് സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പവർ എത്രയാണെന്ന് വാട്ട് മീറ്റർ ഉപയോഗിച്ച് മെഷർമെന്റ് നടത്തുന്ന സമയത്ത് തന്നെ ഇത്ര വാട്ട് പവർ ആണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റുകൾ മെഷർമെന്റ് നടത്തുന്ന സമയത്ത് തന്നെ ക്വാണ്ടിറ്റി എത്രയാണ് എന്ന് നമുക്ക് കാണിച്ചു തരണമെങ്കിൽ അവയ്ക്ക് ഒരു മൂവിങ് സിസ്റ്റം ഉണ്ടായിരിക്കും. ആ മൂവിങ് സിസ്റ്റത്തിലുള്ളത് കാലിബ്രേറ്റ് ചെയ്ത ഒരു ഡയലിന് മുകളിൽ മൂവ് ചെയ്യുന്ന ഒരു നീഡിൽ അഥവാ പോയിന്റ്. ഇതാണ് ഈ മൂവിങ് സിസ്റ്റം. അപ്പോൾ മൂവിങ് സിസ്റ്റം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ നിന്നും റീഡിങ് എത്രയാണെന്ന് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എക്സാക്റ്റ് ആയിട്ട് എത്രയാണ് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ കാലിബ്രേറ്റ് ചെയ്ത ഡയലിന് മേളിൽ ഒരു പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പൊസിഷൻ നിൽക്കുമ്പോൾ ആ പൊസിഷൻ അഗൻസ്റ്റ് ആയിട്ട് എത്ര ആംപിയർ ആണ് എന്ന് നമുക്കറിയാൻ പറ്റും. സപ്പോസ് ഒരു 0 to 5 ആംപിയർ റേഞ്ചിലുള്ള ഒരു അമ്മീറ്റർ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് സർക്യൂട്ടിൽ ഇട്ടിട്ട് 5 ആംപിയറിന്റെ താഴെയുള്ള കറണ്ടേ വരുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് റേഞ്ച് 0 to 5 ആംപിയർ എടുത്തിരിക്കുന്ന അമ്മീറ്റർ. അപ്പൊ ആ അമ്മീറ്റർ സർക്യൂട്ടിൽ ഇട്ടിട്ട് സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്തു. അന്നേരം പോയിന്റ് അതിന്റെ 0 പൊസിഷനിൽ നിന്നും ഒരു 2 എന്ന് കാണിക്കുന്ന ആങ്കനം ചെയ്തിരിക്കുന്ന അതിനടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അത്രയാണ് അതിന്റെ കറണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ 2 ആംപിയർ കറണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് അമ്മീറ്റർ ഇൻഡിക്കേറ്റ്സ് 2 ആംപിയർ by means of a pointer moving over a calibrator dial. അപ്പോൾ മീറ്ററുകൾ ഐഡിയലായിരിക്കുമ്പോൾ, അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ, അത് ഓപ്പോസിഷനിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മീറ്ററുകളുടെ പോയിന്റർ 0 പൊസിഷനിലാണ് നിൽക്കുന്നത്. 0 പൊസിഷനിൽ നിൽക്കും. അത് ലൈവ് ആകുമ്പോൾ 0 പൊസിഷനിൽ നിന്നും ഈ പോയിന്റർ ആ ഡയലിന് മേളിലൂടെ സഞ്ചരിച്ച് മൂവ് ചെയ്ത് അത് ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും വരുത്തുന്നത്. ഒരു പർട്ടിക്കുലർ പൊസിഷൻ പോയി നിൽക്കും. അതിന് എഗൻസ്റ്റ് ആയിട്ട് എത്രയാണോ റീഡിങ് അതാണ് യഥാർത്ഥത്തിൽ ആ മീറ്റർ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണോ അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റുകൾക്ക് ഒരു പോയിന്റർ ഒരു ഡയലിന് മേളിൽ മൂവ് ചെയ്യുമ്പോൾ അത് ആ ഡയലിൽ എത്ര ആണ് അങ്കണം ചെയ്തിരിക്കുന്ന വാല്യൂ സൂചിപ്പിക്കുന്നത്, അങ്ങനെയുള്ള റീഡിങ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അതിനൊരു മൂവിങ് സിസ്റ്റം വേണം. അപ്പോൾ MI മീറ്ററുകളും അവയ്ക്കും മൂവിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതുപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന MC അതുപോലെ ഡൈനാമോമീറ്റർ ടൈപ്പുള്ള ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റുകൾ ആയതുകൊണ്ട് അവയ്ക്ക് കാലിബ്രേറ്റ് ചെയ്ത ഒരു ഡയലിന് മേളിൽ മൂവ് ചെയ്യുന്ന ഒരു പോയിന്റർ ഉണ്ട്. അപ്പോൾ ഈ മീറ്റർ MI മീറ്റർ എന്താണ് എന്ന് നോക്കുന്നതിന് മുമ്പ് MI, MC, ഡൈനാമോമീറ്റർ ടൈപ്പ് തുടങ്ങിയ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റുകൾക്ക് അവയുടെ മൂവിങ് സിസ്റ്റത്തിൽ വേണ്ടുന്ന അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട 3 ടോർക്കുകളുണ്ട്. 3 ടോർക്ക്. The essential 3 torques of the moving system of any indicating instrument. ആ 3 ടോർക്കുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അതിനുശേഷം നമുക്ക് ഈ മീറ്ററിലേക്ക് പോകും. 3 torques of indicating instrument. 3 torques of indicating ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് MI ഇൻസ്ട്രുമെന്റ്, അതായത് മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അത് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന അന്നേരത്ത് തന്നെ സർക്യൂട്ടിന്റെ കറണ്ട് ആണോ വോൾട്ടേജ് ആണോ പവർ ആണോ എത്രയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനൊരു കാലിബ്രേറ്റഡ് ഡയലിന് മേളിൽ മൂവ് ചെയ്യുന്ന പോയിന്റർ ഉൾപ്പെടെയുള്ള ഒരു മൂവിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ മൂവിങ് സിസ്റ്റം ഈ പറയുന്ന 3 ടോർക്കുകൾക്ക് വിധേയമായിട്ട് മാത്രമേ അത് ഫങ്ഷൻ ചെയ്യാവൂ. അല്ലെങ്കിൽ 3 ടോർക്കുകളും സക്സസ്ഫുൾ ആയിട്ട് ആ മൂവിങ് സിസ്റ്റത്തിൽ എക്യുപ്പ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റുകളിൽ നിന്നും റിലയബിൾ ആയിട്ട്, അതായത് വളരെ എളുപ്പത്തിൽ
കിട്ടത്തില്ല, വളരെ പെട്ടെന്ന് ടൈം കൺസ്യൂമിങ് അല്ലാതെ പെട്ടെന്ന് അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ടോർക്കും എക്വിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോർക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ടി ഡി. രണ്ടാമത്തത് കൺട്രോളിംഗ് ടോർക്ക്. ടി സി. മൂന്നാമത്തത് ഡാമ്പിംഗ് ടോർക്ക്. These are the 3 essential torques that are necessary for the moving system of all indicating instruments in order to give the accurate reading without much time consuming. Or when an indicating instrument is put down in a circuit so as to measure any quantity, for example voltage or current or power, then the indicating instrument itself is equipped with these 3 torques only. The instrument can give accurate reading at the same time of measurement without delay. Okay. First, deflecting torque. അതായത് ഒരു മൂവിങ് സിസ്റ്റം, ഇപ്പോൾ സപ്പോസ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ മൂവിങ് സിസ്റ്റം. അപ്പോൾ ഇതിനെ നമുക്ക് സ്പിൻഡിൽ എന്ന് വിളിക്കാം. സ്പിൻഡിൽ, പോയിന്റർ, ഡയൽ, ഇത് G-welded bearings. ഇത്രയും കൂടെ ചേർന്നിട്ടാണ് മൂവിങ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ സ്പിൻഡിൽ എന്ന് പറയുന്ന സാധനം ഈ 2 ബിയറിംഗിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിയറിംഗിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യാനും അതുപോലെ ബിയറിങ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ഡയൽ. ഇപ്പോൾ എപ്പോഴും ഐഡിയൽ കണ്ടീഷനിൽ ഈ പോയിന്റർ 0-ലായിരിക്കും നിൽക്കുന്നത്. എന്നിട്ട് അത് ഇങ്ങോട്ടായിരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി ഇങ്ങോട്ടായിരിക്കും. ഇപ്പോൾ 0-ൽ നിന്നും ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യണം. ഇപ്പോൾ 0-ൽ നിന്നും ഈ മീറ്റർ, സപ്പോസ് ഇതൊരു വോൾട്ട് മീറ്റർ ആണെങ്കിൽ അത് ഐഡിയൽ കണ്ടീഷനിൽ 0 പൊസിഷനിലിരിക്കുന്ന പോയിന്റർ സർക്യൂട്ടിൽ ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ ഉള്ള വോൾട്ടേജ് എത്രയാണ് അത് സർക്യൂട്ടിലേക്ക്, സോഴ്സിലുള്ള വോൾട്ടേജ് സർക്യൂട്ടിലേക്ക് വരികയും സർക്യൂട്ടിലെ ആ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ വോൾട്ട് മീറ്റർ അതിൻ്റെ 0 പൊസിഷനിൽ നിന്നും മൂവ് ചെയ്ത് ഇപ്പോൾ 200 മറ്റും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ 200 വോൾട്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വോൾട്ട് മീറ്ററിനെ സർക്യൂട്ടിൽ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മീറ്ററിന്റെ മറ്റെല്ലാ സംവിധാനങ്ങളും കൃത്യമായി ഇരിക്കുകയും ഒക്കെയാണ്. അതിൻ്റെ കൺസെഷനിൽ അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ നമ്മളിട്ടു, സ്വിച്ച് ഓൺ ചെയ്തു. അന്നേരം ഈ മീറ്ററിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഈ പോയിന്റ് 0 പൊസിഷനിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്തില്ല. അത് എപ്പോഴും 0 പൊസിഷനിലായിരുന്നു. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെയുള്ള മീറ്ററുകൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് മീനിങ്ലെസ് ആയി. ബാക്കി കാര്യങ്ങളെല്ലാം മീറ്ററിൽ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായി പോയിന്റ് 0 പൊസിഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് അവിടെ റെസ്റ്റ് ആയെങ്കിൽ മാത്രമേ റീഡിങ് എത്രയാണ് എന്നെടുക്കാൻ പറ്റും. ഇത്ര ആംപിയർ കറണ്ട് അല്ലെങ്കിൽ ഇത്ര വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ പറ്റും. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു ടോർക്ക് പോയിന്റ് ഈ മൂവിങ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ മീറ്ററുകളിലും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത് മീറ്റർ ഏത് ഫിസിക്കൽ എഫക്റ്റ്, കറണ്ടിൻ്റെ ഏത് ഫിസിക്കൽ എഫക്റ്റ് മൂലമാണ് വർക്ക് ചെയ്യുന്നത്, ആ എഫക്റ്റാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, കറണ്ടിന് ധാരാളം ഫിസിക്കൽ എഫക്ട്സ് ഉണ്ട്.
അതായത് ഹീറ്റിംഗ് എഫക്റ്റ്, കെമിക്കൽ എഫക്റ്റ്, മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ്, ഇങ്ങനെ അനവധി ഈ ഫിസിക്കൽ എഫക്റ്റുകൾ കറണ്ടിനുണ്ട്. അപ്പോൾ പല മീറ്ററുകളും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫിസിക്കൽ എഫക്റ്റിൽ വിധേയമായിക്കൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന ഫിസിക്കൽ എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന മീറ്ററുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത് കറണ്ടിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റാണ്. ഇപ്പോൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിലെ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ടോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനുള്ള കറണ്ടോ മീറ്ററിന് ഉള്ളിലൂടെ കടന്നു പോവുകയും അതിനകത്തൊരു ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുകയും ആ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ സാന്നിധ്യം കൊണ്ട് പോയിന്ററിൽ മൂവിംഗ് സിസ്റ്റത്തിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുകയും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പോയിന്ററിനെ അതിൻ്റെ 0 പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പോയിന്റർ 0 പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ അത്യാവശ്യം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് of an indicating instrument ensures to move the pointer from 0 position to somewhere else. Then only we can take the reading. In all electrical measuring instruments, in all electrical indicating instruments, the deflecting torque is produced by any one of the physical effects of electric currents. Any one of the physical effects of electric current. The physical effects are magnetic effects, electromagnetic effect, electrodynamic effect, thermal effect, chemical effect, etc. Okay. For example, in a moving an instrument, the instrument is working under the principle of electromagnetic effect. That is one of the physical effects of electric. So that electromagnetic effect produces a deflecting torque in the moving system of that instrument. Then such a deflecting torque ensures the pointer to move from 0 position to somewhere else when the meter is live in circle. When the meter is live in circle. Okay. So deflecting torque-നെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കേണ്ട കാര്യമില്ല. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻസ്ട്രുമെന്റുകളിൽ അവ ഏത് ഫിസിക്കൽ എഫക്റ്റ് കറണ്ടിൻ്റെ ഏത് ഫിസിക്കൽ എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ ആ ഫിസിക്കൽ എഫക്റ്റ് ആയിരിക്കും അതിനകത്ത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നത്. സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ വോൾട്ട് മീറ്ററോ അമ്മീറ്ററോ വാട്ട് മീറ്ററോ ഏതായാലും സർക്യൂട്ടിൽ ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് സർക്യൂട്ട് ലൈവ് ആയിരിക്കുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. അന്നേരം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവും, പോയിന്റിനെ 0 പൊസിഷൻ ഉണ്ടാവും. അടുത്ത രണ്ടാമത്തെ ടോർക്ക് കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് ആദ്യമേ പറഞ്ഞു കൊണ്ടിട്ട് കൺട്രോളിംഗ് ടോർക്ക് ഒരു ഇൻസ്ട്രുമെന്റിൽ അതിന്റെ മൂവിംഗ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് എഗൻസ്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ സപ്പോസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇങ്ങോട്ടാണെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും അന്യോന്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു ഇൻസ്ട്രുമെന്റിന്റെ മൂവിംഗ് സിസ്റ്റത്തിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺട്രോളിംഗ് ടോർക്കും ഇൻക്രീസ് ചെയ്യും. നമ്മളൊരു കൺട്രോളിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് ലൈവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായിക്കോളും. എന്നിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മൂലം പോയിന്റർ മൂവ് ചെയ്യാൻ തുടങ്ങും. അന്നേരം കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാകും. എന്നിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും കൺട്രോളിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ കൺട്രോളിംഗ് ടോർക്കിനെ ഓവർകം ചെയ്തുകൊണ്ട് മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ. 0 പൊസിഷനിൽ നിന്നും 1, 2, 3, 4 എന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായ റീഡിങ്ങുകൾ അത് താണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അത് കൺട്രോളിംഗ് ടോർക്കിനെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ പോകണം. മാത്രമല്ല ഏതെങ്കിലും ഒരു പൊസിഷനിൽ പോയിന്റർ ഇക്വലിബ്രിയത്തിലായാൽ അവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും തീർച്ചയായിട്ടും ഈക്വൽ. സപ്പോസ് 0 to 5 ആംപിയർ റേഞ്ചിലുള്ള ഒരു അമ്മീറ്ററിൽ 2 ആംപിയർ എന്ന് പറയുന്ന ആ പൊസിഷനിൽ പോയിന്റർ നിന്നു എങ്കിൽ അതിനർത്ഥം ഇക്വലിബ്രിയത്തിലായി എങ്കിൽ അതിനർത്ഥം ആ പൊസിഷനിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആണ് എന്നാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രോളിംഗ് ടോർക്ക് മൂവിംഗ് സിസ്റ്റത്തിൽ നമ്മൾ വെച്ചിരിക്കുന്നത് എന്നോക്കാം. അതായത്
കൺട്രോളിംഗ് ടോർക്ക് ഇല്ലാതെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമേ മൂവിംഗ് സിസ്റ്റത്തിൽ എക്യുപ്പ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 0 to 5 ആംപിയർ റേഞ്ചുള്ള ഒരു അമ്മീറ്റർ, അത് ആ മീറ്ററിനുള്ളിലൂടെ 1 ആംപിയർ കറണ്ട് പോകുമ്പോഴും 2 ആംപിയർ കറണ്ട് പോകുമ്പോഴും 3 ആംപിയർ കറണ്ട് പോകുമ്പോഴും ഈവൻ 0.5 ആംപിയർ കറണ്ട് ഒഴുകുമ്പോൾ പോലും ഉണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പോയിന്ററിനെ ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ കൊണ്ടേ നിർത്തുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റീഡിങ് മീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. If the moving system of any indicating instrument is not equipped with the controlling torque, then the meter always swing over to the final deflected position, irrespective of the magnitude of current flowing through it. അപ്പോൾ ഒരു കൺട്രോളും ഇല്ലാതിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ മൂവിംഗ് സിസ്റ്റത്തിൽ എത്ര ചെറിയ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായാലും അല്ലെങ്കിൽ എത്ര വലിയ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായാലും അത് അവസാനം ഫൈനൽ ഡിഫ്ലക്റ്റീവ് പൊസിഷനിൽ പോയി നിൽക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കടന്നു പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റീഡിങ് കിട്ടുന്നു. ഒരു വോൾട്ടിമീറ്റർ ആണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വോൾട്ടിമീറ്ററിലാണെങ്കിൽ പോലും മെഷർ ചെയ്യുന്ന വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ടാണ് അവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. എപ്പോഴും കറണ്ടിന്റെ ഫിസിക്കൽ എഫക്റ്റാണ് ഇൻസ്ട്രുമെന്റ് വിധേയത്വം പാലിക്കുന്നത്. മെഷർ ചെയ്യുന്നത് പവർ ആയാലും ശരി, മെഷർ ചെയ്യുന്നത് വോൾട്ടേജ് ആയാലും ശരി, മെഷർ ചെയ്യുന്നത് കറണ്ട് ആയാലും എന്ത് തന്നെ ആയാലും കറണ്ടിനാണ് പ്രാതിനിധ്യം. കറണ്ടിന്റെ ഫിസിക്കൽ എഫക്റ്റാണ് റിഫ്ലക്റ്റിംഗ് ടോർക്കിന് ആധാരം. അപ്പോൾ 100 വോൾട്ട് സർക്യൂട്ടിലുണ്ട്, 100 വോൾട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ടാണ് അവിടെ ആക്ച്വേറ്റ് ചെയ്യുന്നത്. കറണ്ടാണ് അവിടുത്തെ ആള്. 200 വോൾട്ടാണ് പോകുന്നതെങ്കിൽ 100 വോൾട്ടിന് ഇരട്ടി വോൾട്ട് 200 എന്നുള്ളത് കൊണ്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇരട്ടിയാണ്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും തീരുമാനിക്കുന്നത് കടന്നു പോകുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് അല്ലെങ്കിൽ പോയിന്ററിനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പോയിന്റർ കടന്നു പോകുന്ന കറണ്ടിന് ഇറസ്പെക്റ്റീവ് ആയിട്ട്, കറണ്ടിന് വിധേയമല്ലാതെ എല്ലായ്പ്പോഴും പോയിന്റർ പോയി ഫൈനൽ റിഫ്ലക്റ്റഡ് പൊസിഷനിൽ നിൽക്കുന്നതാണ് പ്രശ്നം. അങ്ങനെ നിൽക്കാതിരിക്കാൻ കടന്നു പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് പോയിന്ററിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതിനാണ് കൺട്രോളിംഗ് ടോർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ, കൺട്രോളിംഗ് ടോർക്കിനെ പലപ്പോഴും നമ്മൾ റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് കൂടി വിളിക്കും. റീസ്റ്റോറിംഗ് ടോർക്ക് അങ്ങനെ വിളിക്കാൻ കാര്യം, ഇത് പോയിന്ററിനെ ഒരു മെഷർമെന്റ് കഴിഞ്ഞതിന് ശേഷം കറണ്ട് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ പോയിന്ററിന് വീണ്ടും അത് 0 പൊസിഷനിലേക്ക് തിരിച്ചെത്തിക്കും. കൺട്രോളിംഗ് ടോർക്ക് ഇല്ലായിരുന്നുവെങ്കിൽ സപ്പോസ് 0 to 5 ആംപിയർ റേഞ്ചിലുള്ള ഒരു അമ്മീറ്റർ, 0 to 5 ആംപിയർ റേഞ്ചിലുള്ള ഒരു അമ്മീറ്റർ ഉപയോഗിച്ച് 2 ആംപിയർ മെഷർ ചെയ്യുമ്പോൾ പോയിന്റ് 2 ആംപിയറിന്റെ സ്ഥാനത്ത് നിന്നു എന്ന് കരുതുക. കറണ്ട് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അവിടെ തന്നെ നിൽക്കും, 2 ആംപിയറിന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് തിരിച്ച് 0ത്തിലേക്ക് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ റീസ്റ്റോറിംഗ് ടോർക്ക് എന്നുകൊണ്ട് പറയും. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് എഗൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ഒരു ടോർക്കാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എല്ലായ്പ്പോഴും പോയിന്ററിനെ മുന്നോട്ട് മൂവ് ചെയ്യിക്കുന്നത് കൺട്രോളിംഗ് ടോർക്കിന് എഗൻസ്റ്റ് ആയിരിക്കും. എവിടെയെങ്കിലും പോയിന്റർ ഈക്വലിബ്രിയത്തിലായാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും അവിടെ ഈക്വൽ ആണ് എന്ന് വിചാരിക്കും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺട്രോളിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യും. ഇനി ഒരു മെഷർമെന്റ് കഴിഞ്ഞതിന് ശേഷം കറണ്ട് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD അന്നേരത്തിന് 0 ആവും. പിന്നെ അവിടെ ഉള്ളത് കൺട്രോളിംഗ് ടോർക്കാണ്. കൺട്രോളിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇങ്ങോട്ടാണെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് തിരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു മെഷർമെന്റ് കഴിഞ്ഞിട്ട് കറണ്ട് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ TD 0 ആവും. അപ്പോൾ പിന്നെ TC മാത്രമേ ഉള്ളൂ. അത് പോയിന്ററിനെ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. 0 പൊസിഷനിലൊന്നും നിൽക്കും. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ നിന്നും കടന്നു പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയിന്ററിനെ അഥവാ മൂവിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്നത്. ഇനി കൺട്രോളിംഗ് ടോർക്ക് 2 രീതിയിൽ കൊടുക്കും. സാധാരണയായി 2 തരത്തിലുള്ള കൺട്രോളിംഗ് ടോർക്കാണ് കൊടുക്കുന്നത്. കൺട്രോളിംഗ് ടോർക്ക് ഒന്ന് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം, രണ്ടാമത്തത് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. രണ്ട് തരത്തിലുള്ള കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ട് മീറ്ററുകളിൽ. സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കും, ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കും. അപ്പോൾ നമ്മളൊരു MI മീറ്റർ, MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ MI റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്
അല്ലെങ്കിൽ ഒരു മൂവിങ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ് ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് അതിന്റെ ഡയഗ്രാം വെച്ച് പ്രതിപാദിക്കുമ്പോൾ അവസാനം ഈ കൺട്രോളിംഗ് ടോർക്ക് കൊടുത്തിരിക്കുന്നത് ഏത് മെത്തേഡിലാണ്, അതുപോലെ ഡാമ്പിംഗ് ടോർക്ക് കൊടുത്തിരിക്കുന്നത് ഏത് മെത്തേഡിലാണ് എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പേര് ഓർത്തിരിക്കുക: സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റവും ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. ഇപ്പോൾ MI ഇൻസ്ട്രുമെന്റുകളിൽ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്, അതുപോലെ സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതൊന്ന് പറയണം. ദി കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം എന്ന് എടുത്ത് പറയേണ്ടത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഒരു ഹെയർ സ്പ്രിംഗ്, ഇവിടെയും ഒരു ഹെയർ സ്പ്രിംഗ്, രണ്ട് ഹെയർ സ്പ്രിങ്ങുകൾ ഉപയോഗിക്കും. അപ്പ് ആൻഡ് ഡൗൺ, പോയിന്ററിന് മേളിലും പോയിന്ററിന് താഴെയും രണ്ട് ഹെയർ സ്പ്രിങ്ങുകൾ ഉപയോഗിക്കും. അപ്പൊ ഈ രണ്ട് ഹെയർ സ്പ്രിങ്ങുകൾ പോയിന്റർ മൂവ് ചെയ്യുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് ടെൻഷൻ ആക്ട് ചെയ്തക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എങ്ങോട്ടാണ് പോയിന്ററിനെ കൊണ്ടുപോകുന്നത് ആ ഡയറക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് ഈ രണ്ട് ഹെയർ സ്പ്രിങ്ങിന്റെയും ടെൻഷൻ ആക്ട് ചെയ്യത്തക്കമാണ്. അതായത് കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് എപ്പോഴും ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് എഗൻസ്റ്റ് ആയിരിക്കും. ആ രീതിക്കായിരിക്കും ഈ രണ്ട് ഹെയർ സ്പ്രിങ്ങുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ പോയിന്റർ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഹെയർ സ്പ്രിങ്ങിന്റെ ടെൻഷന് എഗൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഹെയർ സ്പ്രിങ്ങിന്റെ ടെൻഷൻ എഗൻസ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ വലിഞ്ഞ് ഇവിടെ നിൽക്കും. ഇവിടെ നിൽക്കുമ്പോൾ 5 ആംപിയർ റീഡിങ് നമ്മൾ എടുത്തു, കറണ്ട് ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ സ്പ്രിങ്ങിന്റെ ടെൻഷൻ ഉള്ളതുകൊണ്ട് അതാണ് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം. ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാവിറ്റേഷണൽ വെയിറ്റ് ഇവിടെ സ്പിൻഡിൽ ഇടും. ഇപ്പോൾ ഇത് സ്പിൻഡിലാണ്, ഇത് പോയിന്റർ, ഇവിടെ ഒരു ഗ്രാവിറ്റേഷണൽ വെയിറ്റ്. അപ്പോൾ പോയിന്റർ ഇങ്ങോട്ടിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ വെയിറ്റ് ഇവിടെ മൂവ് ചെയ്യും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ വെയിറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരേ സ്പിൻഡിൽ തന്നെ പോയിന്ററും അതുപോലെ ഗ്രാവിറ്റേഷണൽ വെയിറ്റും ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പോൾ പോയിന്റർ സ്പിൻഡിലിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ഗ്രാവിറ്റേഷണൽ വെയിറ്റിന് വിധേയമായിക്കൊണ്ടേ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു കൺട്രോളിംഗ് ടോർക്കായിട്ട് ആക്ട് ചെയ്യും. അതാണ് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ ചിലയിടത്ത് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. വളരെ റെയറായിട്ട് മാത്രമേ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുള്ളൂ. മിക്കവാറും സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ മീറ്ററിൽ എക്യൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് വരച്ച് പഠിക്കുമ്പോൾ അതിലൊരു ഗ്രാവിറ്റേഷണൽ വെയിറ്റ് ഒരേ സ്പിൻഡിൽ തന്നെ, പോയിന്റിലിരിക്കുന്ന സ്പിൻഡിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിരിക്കുന്നത്. അത് ഗ്രാവിറ്റേഷണൽ കൺട്രോൾ സിസ്റ്റം എന്നുള്ള രീതിയിൽ ആ മീറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അവിടെ പറയാം. ഓക്കെ, ഇനി അപ്പോൾ എൻ്റെ പേര് ഓർത്തിരിക്കുക: കൺട്രോളിംഗ് ടോർക്ക്, സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. ജസ്റ്റ് പേര് മാത്രം പറഞ്ഞ് പോയാൽ മതി. നമ്മുടെ ബ്രാഞ്ച് അല്ല ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മൊത്തം ഡിസൈൻ പറയുമ്പോൾ കൺട്രോളിംഗ് സിസ്റ്റം എന്താണ്, പോയിന്ററിൻ്റെത്, അതുപോലെ ഡാമ്പിംഗ് സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു പോയാൽ മതി. ഓക്കെ, ഇനി ഇപ്പോൾ 2 ടോർക്കുകൾ നമ്മൾ കണ്ടു. ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, പിന്നെ ഒന്ന് കൺട്രോളിംഗ് ടോർക്ക്. ഇപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പോയിന്ററിനെ 0 പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് മാറ്റും. അവിടെ നിന്ന് നമുക്ക് അത് എത്രയാണ് റീഡിങ്ങിന് എടുക്കാൻ പറ്റും. കൺട്രോളിംഗ് ടോർക്ക് കൂടെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പോയിന്റർ ഒരു പൊസിഷൻ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അത് കടന്നുപോയ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റീഡിങ്ങിൻ്റെ ഭാഗത്തായിരിക്കും. അതുകൊണ്ട് റീഡിങ് തെറ്റിയിട്ടില്ല, വാല്യൂ എക്സാക്റ്റ് ആണ്. വോൾട്ടേജ് ആയിരുന്നാലും കറണ്ട് ആയിരുന്നാലും പവർ ആയിരുന്നാലും എക്സാക്റ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന സർക്യൂട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എക്സാക്റ്റ് വാല്യൂവിൻ്റെ അടുത്താണ് മീറ്റർ നിൽക്കുന്നത്. കാരണം പോയിന്റർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അനുമാനിക്കും. ഇനി ഡാമ്പിംഗ് ടോർക്ക്, അതിൻ്റെ അത്യാവശ്യം എന്തെന്നാൽ
അതായത് ഞാൻ പറഞ്ഞു ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും അന്യോന്യം ഓപ്പോസിഷനിലാണ്. എവിടെയെങ്കിലും പോയിന്റർ പോയി ഈക്വലിബ്രിയത്തിലെത്തിയാൽ അവിടെ രണ്ട് ടോർക്കും ഈക്വലാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു മീറ്ററിൽ നമ്മൾ അതിന്റെ പോയിന്ററിനെ ഡാമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, ഡാമ്പിംഗ് പ്രൂഫാക്കി വെച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡാമ്പിംഗ് ടോർക്ക് മൂവ്മെന്റ് സിസ്റ്റത്തിൽ എക്യൂപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പോയിന്റർ ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനിൽ പോയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. കാരണം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വലത്തോട്ടും കൺട്രോളിംഗ് ടോർക്ക് ഇടത്തോട്ടും ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ ഒരു ചെറിയ ഓസിലേഷന് വിധേയമായി ആ ഓസിലേഷൻ മെല്ലെ കുറഞ്ഞ് ഏതാനും സെക്കൻഡുകളോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് തന്നെ എടുത്തിട്ട് മാത്രമേ ഇത് ഡാമ്പ് ഔട്ടായി കറക്റ്റ് സ്റ്റഡി പൊസിഷനിലെത്തുള്ളൂ. അപ്പോൾ ഡാമ്പ് ചെയ്യാത്ത ഒരു പോയിന്റ് ഡിഫ്ലക്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വന്നിട്ട് കുറച്ചു നേരം ഓസിലേറ്റ് ചെയ്യും, കൃത്യമായി സ്റ്റഡി ആയിട്ട് പോയിന്റ് വന്ന് ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനിൽ നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ വളരെ ക്വിക്കായിട്ട് മീറ്ററിൽ നിന്ന് വിത്തൗട്ട് ഡിലേ മീറ്ററിൽ നിന്നും റീഡിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ പോയിന്റർ കൃത്യം ഇങ്ങനെ വന്ന് ഒരിടത്ത് ഇങ്ങനെ നിൽക്കണം. അല്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഓസിലേഷൻ ഡാമ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡാമ്പിംഗ് ടോർക്ക് കൊടുക്കുന്നത്. So damping torque in a moving system avoids the oscillation of the pointer at the final deflected position, and we can take the reading very quickly without any oscillation. The pointer would be steady at the final deflected position without consuming any time. We can take the reading at once. പെട്ടെന്ന് തന്നെ റീഡിങ് എടുക്കാൻ പറ്റും, ഓസിലേഷൻ ഇല്ല. ഓസിലേഷൻ ഡാമ്പ് ഔട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിരിക്കും. അപ്പോൾ ഡാമ്പിംഗ് ടോർക്ക് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്. ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടുന്ന മെത്തേഡുകൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, പിന്നെ അതുപോലെ എഡ്ഡി കറന്റ് ഡാമ്പിംഗ്, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഡാമ്പിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് പണ്ട് കാലം ചെയ്യുന്ന ഇപ്പോൾ ഇൻസ്ട്രുമെന്റുകളിൽ അത് അങ്ങനെ കാണാറില്ല. ഇനി എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗുമാണ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡാമ്പിംഗ് ആണ് എഡ്ഡി കറന്റ് ഡാമ്പിംഗ്. പ്രത്യേകിച്ച് മറ്റൊന്നും തന്നെ ചെയ്യാതെ ഇൻസ്ട്രുമെന്റിൽ അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് തന്നെ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് സ്വമേധയാ വന്നു ചേരുന്നു. അഡീഷണൽ നമുക്ക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള എഡ്ഡി കറന്റ് ഡാമ്പിംഗ് കിട്ടുന്ന മീറ്ററുകളും ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. എന്നാലേ ഓസിലേഷൻ ഇല്ലാണ്ട് ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനിൽ പോയിന്റ് സ്റ്റഡി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂവിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടുന്ന സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് എയർ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എയർ ചേംബറിനകത്ത് വളരെ വളരെ ക്ലോസ്ഡ് ക്ലിയറൻസിൽ മൂവ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ. അപ്പോൾ ഒരു എയർ ചേമ്പറിനകത്ത് വളരെ ക്ലോസ്ഡ് ക്ലിയറൻസിൽ മൂവ് ചെയ്യുന്ന അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ ഉണ്ടെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മൂവ്മെന്റ് എല്ലായ്പ്പോഴും ഒരു കംപ്രസീവ് ആൻഡ് സക്ഷൻ ആക്ഷൻ വിധേയമായിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ സൈക്കിളിൽ കാറ്റ് നിറയ്ക്കുന്ന സൈക്കിൾ പമ്പ്. ഇപ്പോൾ സൈക്കിൾ പമ്പിൻ്റെ അതിൻ്റെ ആ ട്യൂബ് കൊണ്ടുവന്നൊരു സൈക്കിളിൻ്റെ വീലിൽ ഘടിപ്പിച്ചിട്ട് സൈക്കിൾ പമ്പിന്റെ ഹാൻഡിൽ നമ്മൾ താഴ്ത്തുകയും അതുപോലെ ഉയർത്തുകയും ചെയ്താൽ അതായത് അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ തീർച്ചയായിട്ടും നമുക്കൊരു വലിയ എഫർട്ട് അനുഭവപ്പെടും. നമ്മളിങ്ങനെ താഴ്ത്തുമ്പോൾ ശരിക്കും ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ ഉയർത്തുമ്പോൾ ഒരു സക്ഷൻ ആക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. വെറുതെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് ഇതുപോലെ ഒരു സൈക്കിൾ പമ്പിന്റെ ഹാൻഡിലേക്ക് കൈ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പാടായിരിക്കും. അപ്പോൾ ഒരു ഓസിലേറ്ററി മോഷനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു എഫർട്ട് വേണ്ടി വരുന്നതാണ് തീർച്ചയായിട്ടും ഈ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിന്റർ മൂവ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പോയിന്റർ മൂവ്മെന്റിനെ കംപ്രഷൻ സക്ഷൻ ആക്ഷൻ ഉപയോഗിച്ചിട്ട് എയർ ചേംബർ പിസ്റ്റൺ അറേഞ്ച്മെന്റിൽ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഓസിലേറ്ററി മൂവ്മെന്റിനെ ഡാമ്പ് ചെയ്യണം. ആണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എഡ്ഡി കറന്റ് ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എഡ്ഡി കറന്റ് ഉണ്ടാകുന്നത് ഈ അയൺ പാർട്ടുകളിൽ, മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അയൺ പാർട്ടുകളിൽ
അൺനെസസറി ആയിട്ട് ഉണ്ടാകുന്ന ഒരു കറണ്ടാണ് എഡി കറണ്ട്. ലോക്കലി അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് എഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എഡി കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ അയൺ പാർട്ടിൽ അൺവാണ്ടഡായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് ലോക്കലി അയൺ പാർട്ടിൽ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ എഡി കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ ലെൻസസ് ലാ വെച്ച് പരിശോധിച്ചാൽ ഇറ്റ് ഒപ്പോസസ് ദി വെരി ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ്. അതായത് എഡി കറണ്ട് എവിടെ ഉണ്ടായാലും ആ എഡി കറണ്ട് ഉണ്ടാകാൻ നിലനിന്നിരുന്ന റീസൺ ഒപ്പോസ് ചെയ്യും. അതാണ് എഡി കറണ്ട് എവിടെയെങ്കിലും ഉണ്ടാകും. എവിടെയെങ്കിലും മീൻസ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ അയൺ പാർട്ടും ഉള്ളിടത്താണ് അയൺ പാർട്ടിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അയൺ പാർട്ടിൽ ഒരു എഡി കറണ്ട് ഉണ്ടാകുമെങ്കിൽ ആ എഡി കറണ്ട് അത് ഉണ്ടാകാൻ നിന്നിരുന്ന റീസൺ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ എഡി കറണ്ട് അവിടെ ഉണ്ടാകാൻ നിന്നിരുന്ന റീസൺ ഒരു പക്ഷേ ഈ ഈ ഈ ഈ പോയിന്റിന്റെ മൂവ്മെന്റ്, ആ പോയിന്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് ഒരു അയൺ പാർട്ട് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയിന്റർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ അയൺ പാർട്ട് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യും. അപ്പോൾ അതിൽ എഡി കറണ്ട് ഉണ്ടാകും. എഡി കറണ്ട് ഉണ്ടായാൽ അത് ഉണ്ടായത് ഈ മൂവ്മെന്റ് ഉണ്ടാകും. അപ്പോൾ ആ മൂവ്മെന്റിനെ നിർത്തും. അപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യും. അതാണ് എഡി കറണ്ട്. ഓക്കെ, എന്താണ് എഡി കറണ്ട് ഡാമ്പിങ് എന്നൊന്നും പറയണ്ട, അല്ലെങ്കിൽ എന്താണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യം സപ്പോസ് ഈ മീറ്ററിന്റെ കൺസെഷൻ നിങ്ങൾ പറയുമ്പോൾ വേണ്ടി വരുന്നില്ല. പേര് മാത്രം പറഞ്ഞാൽ അതിനുള്ള സംവിധാനം എൻ്റെ ഡയഗ്രത്തിലുണ്ട്, അത് പറഞ്ഞാൽ മതി. ഇപ്പം മൂവിങ് കോയിൽ പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ എഡി കറണ്ട് ഡാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എഡി കറണ്ട് ഡാമ്പിംഗ്. സോ ഡാമ്പിംഗ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഈസ് അഫക്റ്റഡ് ബൈ എഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് അവിടെ പറഞ്ഞു പോയാൽ മതി. ഡാമ്പിംഗ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് ഈസ് അഫക്റ്റഡ് ബൈ എഡി കറണ്ട് ഡാമ്പിംഗ് പറഞ്ഞു പോയാൽ മതി. അതുപോലെ ഡൈനമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററുകളിൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത് ന്യൂമാറ്റിക് ഡാമ്പിംഗ് ആണ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് പറഞ്ഞാൽ മാത്രം മതി. എന്താണ് അത് എന്നവിടെ പ്രതിപാദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതുപോലെ മൂവിങ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ എഡി കറണ്ട് ഡാമ്പിംഗ്, സോറി എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. അവിടെ അതിനുള്ള ഡയഗ്രത്തിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന്റെ എയർ ചേംബർ ആൻഡ് പിസ്റ്റൺ അറേഞ്ച്മെന്റ് കാണിച്ചിട്ടുണ്ടായി. അത് കാണിച്ചു പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ 3 essential ടോപ്സ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. ചോദിച്ചാലും നമ്മളത് പറയേണ്ടി വരും. ചോദിച്ചുകൂടായികയില്ല. ചോദിക്കുമെങ്കിൽ അത് എന്തിനാണ് ഈ 3 ടോർക്കുകൾ എന്ന് പറയേണ്ടി വരും. ഇനി ചോദിച്ചാലും ചോദിച്ചില്ലേലും ഡൈനമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിലായാലും മൂവിംഗ് കോയിൽ പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിലായാലും മൂവിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റിലായാലും ഈ കൺട്രോളിംഗ് ടോർക്കും ഡാമ്പിംഗ് ടോർക്കും ഏത് മെത്തേഡിലാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അത് ആ ചിത്രത്തിന്റെ ഡയഗ്രത്തിൽ തന്നെ അതിന്റെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണെങ്കിൽ അതിന്റെ സംവിധാനത്തിന്റെ ചിത്രമുണ്ട്. അതുകൊണ്ട് പറയുന്നത്. ഇനി നമ്മുടെ മീറ്ററുകളിലേക്ക് ആദ്യമായി നിങ്ങൾക്ക് MI ഇൻസ്ട്രുമെന്റ് എന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. MI മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്, മൂവിംഗ് അയൺ മീറ്റർ. ഇപ്പോൾ MI മീറ്ററുകൾ 2 ടൈപ്പാണുള്ളത്. ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറയുന്ന കറണ്ടിന്റെ ധാരാളം ഫിസിക്കൽ എഫക്റ്റിലുള്ള ഒരു ഫിസിക്കൽ എഫക്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ് കൊണ്ടാണ് മൂവിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റുകൾ വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൽ ചുറ്റിനകത്ത് വെച്ചിരിക്കുന്ന ഒരു അയൺ പീസ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു അയൺ പീസിന്റെ പുറത്ത് ഒരു കോയിൽ ചുറ്റി വെച്ചിട്ട് കോയിലിനകത്ത് ഒരു കറണ്ട് കടന്നു പോകുമ്പോൾ ആ അയൺ പീസ് മാഗ്നറ്റൈസ് ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റാണ്. അതാണ് ഇലക്ട്രോമാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റി കൊണ്ട് മാഗ്നറ്റിസം എന്ന എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിസം. അപ്പോൾ കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റ് ആവും. കറണ്ട് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് ഡിസപ്പിയർ ചെയ്യും ചെയ്യും. അപ്പോൾ ആ എഫക്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് മൂവിങ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് 2 ഫീച്ചറാണുള്ളത്. ഒന്ന് അട്രാക്ഷൻ ഫീച്ചറും മാഗ്നറ്റും, പിന്നെ അതുപോലെ റിപ്പൾഷൻ ഫീച്ചർ. അട്രാക്ഷൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ് സാധാരണ അയണിനെയും സ്റ്റീലിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു അയൺ പീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അത് അട്രാക്ഷൻ പ്രോപ്പർട്ടി.
അതുപോലെ ഒരേ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന രണ്ട് അയൺ പീസുകൾ അത് ഒന്നുപോലെ സിമിലർ മാഗ്നറ്റുകളായി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവ റിപ്പൽ ചെയ്യും, റിപ്പൽഷൻ പ്രോപ്പർട്ടി. അപ്പൊ ഇങ്ങനെ അട്രാക്ഷൻ പ്രോപ്പർട്ടിയും റിപ്പൽഷൻ പ്രോപ്പർട്ടിയും ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് എഫക്റ്റിലും വർക്ക് ചെയ്യുന്ന മീറ്ററുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റും ഉണ്ട്, മൂവിങ് ആൻഡ് റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റും ഉണ്ട്. എക്സാമിനേഷന് മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഡിസ്ക്രൈബ് ദി കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് തന്നെ വരയ്ക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രൈബ് ദി കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ മൂവിങ് ആൻഡ് റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ചിത്രം വരികയും അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മറിച്ച് ഡിസ്ക്രൈബ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എ മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അട്രാക്ഷൻ ടൈപ്പ് വേണമെങ്കിലും എഴുതാം, റിപ്പൽഷൻ ടൈപ്പ് വേണമെങ്കിലും എഴുതാം. അൺലെസ് സ്പെസിഫൈഡ് അതർവൈസ് we can write the attraction or repulsion type instrument in detail. എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ ടൈപ്പ് എന്നോ അല്ലെങ്കിൽ റിപ്പൽഷൻ ടൈപ്പ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ആ പർട്ടിക്കുലർ ടൈപ്പിനെ കുറിച്ച് പറയേണ്ടി വരും. എന്തായാലും അട്രാക്ഷൻ ടൈപ്പും ചോദിച്ചിട്ടുണ്ട്, റിപ്പൽഷൻ ടൈപ്പും ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാതെ മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ് and the attraction type instrument. Okay. ഒരു മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഡയഗ്രമാണ് വെച്ചിരിക്കുന്നത്. മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ, MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആയാലും MI റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആയാലും ഇവ പ്രധാനമായും വോൾട്ട്മീറ്ററുകളോ അമ്മീറ്ററുകളോ ആണ്. ഇപ്പൊ MI ഇൻസ്ട്രുമെന്റുകൾ പ്രധാനമായിട്ടും വോൾട്ട്മീറ്ററുകളോ അമ്മീറ്ററുകളോ ആണ്. അത് അട്രാക്ഷൻ ടൈപ്പ് ആണെങ്കിലും റിപ്പൽഷൻ ടൈപ്പ് ആണെങ്കിലും. ഇനി MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റും MI റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റും AC മെഷർമെന്റിനും DC മെഷർമെന്റിനും ഉപയോഗിക്കാം. AC മെഷർമെന്റും DC മെഷർമെന്റും എന്ന് പറയുമ്പോൾ ഇവ വോൾട്ട്മീറ്ററുകളും അമ്മീറ്ററുകളുമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇവ AC അമ്മീറ്ററുകളാണ്, അതുപോലെ AC വോൾട്ട്മീറ്ററാണ്, അതുപോലെ DC അമ്മീറ്ററാണ്, DC വോൾട്ട്മീറ്റർ. ഇപ്പോൾ DC മെഷർമെന്റ് AC മെഷർമെന്റ് ഉപയോഗിക്കാം. രണ്ടും വോൾട്ട്മീറ്ററുകളായിട്ട് ഉപയോഗിക്കാം, അമ്മീറ്ററുകളായിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു അയൺ പീസ് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള പ്രിൻസിപ്പിളാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു അയൺ പീസിനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിലേക്ക് അയൺ പീസ് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്ന തത്വമാണ് MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ വർക്കിങ്ങിന് ആധാരം. ഓക്കെ, അപ്പോൾ ഇവിടെ MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഇത് ഒരു സർക്കുലർ കോയിലാണ്. ഈ കാണുന്നത് ഒരു സർക്കുലർ കോയിൽ. ആ കോയിൽ കട്ട് ചെയ്തിട്ട് കോയിലിന്റെ വൈൻഡിങ് ആണ് ഈ രണ്ട് ഭാഗത്തും കാണുന്നത്. അപ്പോൾ സർക്കുലർ കോയിലിന്റെ ഇന്നർ സൈഡാണ്. ഇനി ഈ സർക്കുലർ കോയിലിന്റെ ഇന്നർ സൈഡിൽ ഇനി അറ്റത്തായിട്ട് ഒരു സ്പിൻഡിലുണ്ട്. ആ സ്പിൻഡിലിൽ ഒരു മൂവിങ് ആണ്. ഇതാണ് മൂവിങ്. ഓവൽ ഷേപ്പിലുള്ള ഒരു സോഫ്റ്റ് അയൺ പീസ്, അതിനെയാണ് മൂവിങ് ആണ് പറയുന്നത്. അത് ഈ സ്പിൻഡിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പിൻഡിൽ ആ മൂവിങ് ആണ് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ ഒരു സർക്കുലർ കോയിൽ, ആ കോയിലിന്റെ ഔട്ട് സൈഡിന് അടുത്തായിട്ട് ഒരു സ്പിൻഡിൽ, ആ സ്പിൻഡിലിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള സോഫ്റ്റ് അയൺ ഡിസ്ക്, അത് ഫ്രീ ആയിട്ട് ആ സ്പിൻഡിലിൽ മൂവ് ചെയ്യത്തക്കവണ്ണം സ്പിൻഡിലിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഇനി അതേ സ്പിൻഡിലിൽ തന്നെ ഒരു എയർ ചേംബർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് എല്ലാം ഒരു സ്പിൻഡിലാണ്, ഒരേ സ്പിൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിന്റ്, അടുത്ത എയർ ചേംബർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഇങ്ങനെ, അടുത്ത് കൺട്രോൾ വെയിറ്റ് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെയുണ്ട്. അതുപോലെ ഒരു ബാലൻസ് വെയിറ്റ്
ഇത് കൺട്രോൾ വെയിറ്റ്. എല്ലാം ഒരേ സ്പിൻഡിലാണ്. സ്പിൻഡിലിൽ പോയിന്റ്, അതുപോലെ സ്പിൻഡിലിൽ തന്നെ എയർ ചേംബർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്, ഇതെല്ലാം ഒറ്റ സ്പിൻഡിൽ ഇവിടെ വെച്ചിരിക്കുന്നു. പിന്നെ അതേ സ്പിൻഡിൽ തന്നെയാണ് ഉള്ളത് ഒരു ഓവൽ ഷേപ്പ് സോഫ്റ്റ് എയർ ഡിസ്ക്. ഇത്രയും ആ സ്പിൻഡിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ റെക്ടാങ്കുലർ കോയിൽ, ആ കോയിലിന് കുറേ ചുറ്റുകളുണ്ട്. ഓക്കെ, ആ കോയിലിന്റെ ചുറ്റുകളുടെ തുടക്കവും ഒടുക്കവും ആണ്. ഇത് ഒരു വോൾട്ട് മീറ്റർ ആണെങ്കിൽ ആ വോൾട്ട് മീറ്ററിന്റെ 2 ടെർമിനൽ, അല്ല ഇതൊരു അമ്മീറ്റർ ആണെങ്കിൽ അമ്മീറ്ററിന്റെ 2 ടെർമിനൽ എന്ന് പറയുന്നത് ഈ സർക്കുലർ കോയിലിന്റെ ചുറ്റുകളുടെ തുടക്കവും ഒടുക്കവും. ഇപ്പോൾ ഒരു 100 ടേൺ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ടേൺ തുടങ്ങുന്നതിന്റെ ഒരു ലീഡ് ഇങ്ങോട്ട് എടുത്തിരിക്കും, 100ാമത്തെ ടേൺ അവസാനിക്കുന്ന ഒരു ലീഡ് ഇങ്ങോട്ട് എടുത്തിരിക്കും. അപ്പോൾ മീറ്ററിന്റെ 2 ലീഡുകൾ എന്ന് പറയുന്നത് കോയിലിന്റെ ചുറ്റാണ്. കോയിലിന്റെ ചുറ്റുകളിൽ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ മെഷർ ചെയ്യാനുള്ള കറണ്ട് ഈ കോയിലിനകത്തൂടെ കടന്നു പോകും. വോൾട്ട് മീറ്റർ ആണെങ്കിൽ മെഷർ ചെയ്യാനുള്ള വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് ഈ കോയിലിനകത്തൂടെ ഉണ്ടായിരിക്കും, കടന്നു പോകും. അമ്മീറ്റർ ആണെങ്കിൽ മെഷർ ചെയ്യാനുള്ള കറണ്ട് ഈ കോയിൽ ചുറ്റുകൾക്കകത്തൂടെ കടന്നു പോകും. മീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യും. ഇനി ഇവിടെ വേണ്ടുന്നത് കൺട്രോളിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് സ്പിൻഡിലിൽ തന്നെ കൺട്രോൾ വെയിറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റമാണ്, ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. ഇനി അതേ സ്പിൻഡിലിൽ തന്നെ പിസ്റ്റൺ എയർ ചേംബർ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡാമ്പിംഗ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടുന്ന സംവിധാനമുണ്ട്. എയർ ഫ്രിക്ഷൻ ഡാമ്പിൽ ഇത് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. ഇനി പോയിന്റർ ഇവിടെ ഒരു കാലിബ്രേറ്റ് ഡയലാണ്. ഡയൽ ഇങ്ങനെ മൂവ് ചെയ്യും പോയിന്റ്. മീറ്റർ ഐഡിയയിലായിരിക്കുമ്പോൾ ഇവിടെ 0 പൊസിഷൻ എന്നുള്ള രീതി പോയിന്റർ വിത്ത് കാലിബ്രേറ്റഡ്. ഓക്കെ, അപ്പോ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരേ സ്പിൻഡിൽ തന്നെ ബാലൻസ് വെയിറ്റ് പോയിന്റർ ബാലൻസ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ വെയിറ്റ് കൺട്രോളിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം, എയർ ചേംബർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് എയർ ഫ്രിക്ഷൻ ഡാമിങ്ങിന് വേണ്ടി. ഈ സോഫ്റ്റ് ആൻഡ് ഓവൽ ഷേപ്ഡ് അയൺ ഡിസ്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇതാണ് ഈ സ്പിൻഡിലിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. സ്പിൻഡിലിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ആള് ഈ സോഫ്റ്റ് ആൻഡ് ഡിസ്കാണ്. അപ്പോൾ ഈ മീറ്റർ നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത്, മീറ്റർ ആണെന്ന് വിചാരിക്കുക, സർക്യൂട്ടിൽ കണക്ട് ചെയ്തു. അപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാനുള്ള കറണ്ട് ഈ കോയിൽ ചുറ്റുകൾക്കകത്തൂടെ കടന്നു. അപ്പോൾ എന്ത് പറ്റും? ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് മൂലം ഈ കോയിലിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. കോയില് മാഗ്നറ്റൈസ് ചെയ്തിട്ട് കോയിലിനകത്ത്, ഇത് വേണമെങ്കിൽ സോളിനോയിഡ് നൽകുക, അതിനകത്ത് ആ സോളിനോയിഡിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സർക്യൂട്ടിൽ ലൈവായിരിക്കും, മീറ്റർ സർക്യൂട്ടിൽ ലൈവായിരിക്കുമ്പോൾ മീറ്ററിന്റെ പ്രധാന ഭാഗം എന്നറിയപ്പെടുന്ന കോയിലിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോയിലിന്റെ സെൻട്രൽ ആക്സിസിൽ. കോയിലിന്റെ സെൻട്രൽ ആക്സിസിൽ അതിൽ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റും? ഈ ഔട്ട്സൈഡിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഈ സോഫ്റ്റ് ഡിസ്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഈ സോഫ്റ്റ് ഡിസ്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് അതിങ്ങനെ വരും. അപ്പോൾ ആദ്യം സോഫ്റ്റ് ഡിസ്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സോഫ്റ്റ് ഡിസ്ക് അട്രാക്ട് ചെയ്ത് ഇങ്ങനെ അത് വരുമ്പോൾ ഇത്രയും ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഇത്രയും മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ അത്രയും മൂവ്മെന്റ് സ്പിൻഡിൽ എഫക്റ്റ് ആണ്. അത്രയും മൂവ്മെന്റ് സ്പിൻഡിൽ എഫക്റ്റ് ആയിട്ട് ഈ പോയിന്റർ സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്, പോയിന്റർ ഇങ്ങോട്ട് പോകും. അപ്പോൾ പോയിന്റർ 0 പൊസിഷനിൽ നിന്ന് ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരും. അവിടെ 2 4 അല്ലെങ്കിൽ 200 210 വോൾട്ട് ആയിട്ടാണ് അത് നമുക്ക് വാങ്ങും. അപ്പോൾ പോയിന്റർ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം വഴി ഗ്രാവിറ്റേഷണൽ കൺട്രോൾ എഫക്റ്റ് ആവും. അതുപോലെ ഇത് അവസാനം ഇവിടെ നിന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിസ്റ്റൺ എയർ ചേംബർ അറേഞ്ച്മെന്റ് വെച്ച് ആ ഓസിലേഷൻ ഡാം ഔട്ട് ചെയ്യുകയും സ്റ്റഡിക്ക് വന്ന് നിൽക്കുകയും ചെയ്യും. ഇതാണ് പറയുന്നത്. ഓക്കെ, ദി എസെൻഷ്യൽ പാർട്സ് of a moving and attached type instrument is a circular coil outside which there is a spindle. In the spindle it is founded an oval shaped soft iron disc. The same spindle also carries control weight
for controlling torque, an air chamber piston arrangement for providing damping torque, and a balanced weight so as to balance the pointer. The spindle also carries a pointer which moves over a calibrated dial. These are the arrangements. Okay. When the instrument is connected in a circuit to measure current, voltage, or any current or voltage, then the current to be measured is passed through the circular core. Thereby produces a magnetic field. The maximum strength of the magnetic field is acting along the central axis of the coil. Consequently, the outsidely mounted oval-shaped soft end is swing over towards the central axis of the coil, and therefore there is a movement or a deflecting torque produced in the spindle that conveys the pointer. The effect of controlling torque is by this control weight, and the effect of damping is provided by the air chamber piston arrangement. ഇത്രയും മാത്രം ആണ് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ മെഷർ ചെയ്യാൻ സർക്യൂട്ടിൽ ഇത് വോൾട്ട് മീറ്റർ ആണെങ്കിലും അമ്മീറ്റർ ആണെങ്കിലും സർക്യൂട്ടിൽ കണക്ട് ചെയ്യും, AC ആയാലും DC ആയാലും. ഇനി AC മെഷർ ചെയ്യാനാണെങ്കിൽ AC കറണ്ട് കടന്നു പോകുമ്പോൾ, DC ആണ് മെഷർ ചെയ്യുമെങ്കിൽ DC കറണ്ട് കടന്നു പോകുമ്പോൾ, ഏത് ടൈപ്പ് കറണ്ട് കടന്നു പോയാലും ഈ കോയിലിനകത്ത് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് സെൻട്രൽ ആക്സിസിൽ നിന്ന് മാറുന്നേ ഇല്ല. അതുകൊണ്ട് AC യും DC യും മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ മെഷർ ചെയ്യാനുള്ള കറണ്ട് ഈ കോയിൽ ചുറ്റുകൾക്കൂടെ പോവുകയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിൽ ഉണ്ടാവുകയും ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സിമം സ്ട്രെങ്ത് കോയിലിൻ്റെ സെൻട്രൽ ആക്സിസിൽ ആക്ട് ചെയ്യും. അതുകൊണ്ട് ഔട്ട് സൈഡിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഓയിൽ ഷേപ്ഡ് അയൺ ഡിസ്ക് അകത്തേക്ക് ഇങ്ങനെ സ്വിങ് ചെയ്ത് പോകും. അത് സ്പിൻഡിലൊരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കും. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പോയിന്റർ കൺവേ ചെയ്ത് അത് പോയിന്റർ കാൽക്കുലേറ്റ് ഡയലിൽ ഏതെങ്കിലും ഭാഗത്ത്. പിന്നെ ഇവിടുത്തെ കൺട്രോളിംഗ് ടോർക്കും ഡാമ്പിംഗ് ടോർക്കും. കൺട്രോളിംഗ് ടോർക്ക് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റത്തിലും, ഡാമ്പിംഗ് ടോർക്ക് എയർ പ്രഷൻ ഡാമ്പിങ്ങിലാണ് നടക്കുന്നത്. ഓക്കെ. ഇനി ഇത് വോൾട്ട് മീറ്ററായിട്ട് അമ്മീറ്ററായിട്ട് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കും. മൂവിങ് അയൺ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. മൂവിങ് അയൺ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചിത്രം തന്നെ. മൂവിങ് അയൺ അട്രാക്ട് ടൈപ്പ് അമ്മീറ്ററിന്റെ ചിത്രം ഇത് തന്നെ. മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ് വോൾട്ട് മീറ്ററിന്റെ ചിത്രം ഇത് തന്നെ. ഓക്കെ. ഇത് വോൾട്ട് മീറ്ററായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഈ കോയിൽ ചുറ്റുകളിൽ നമ്പർ ഓഫ് ടേൺസ് ധാരാളം ഉണ്ടായിരിക്കും. When this instrument is used as a voltmeter, the coil carries large number of turns of thin wire. വോൾട്ട്മീറ്റർ ആണ്. കാരണം മെഷർ ചെയ്യാനുള്ള വോൾട്ടേജ് മുഴുവനും ഈ കോയിൽ ചുറ്റുകളിൽ തങ്ങി നിൽക്കണം. അപ്പോൾ ഒരു 200 വോൾട്ടാണ് മെഷർ ചെയ്യാനുള്ളത്. 250 വോൾട്ട് വരെ റേഞ്ച് ഉണ്ടെങ്കിൽ 250 വോൾട്ടേജ് സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ പോലും അത് ഡ്രോപ്പ് ഔട്ടായി നിൽക്കാനുള്ള റെസിസ്റ്റൻസ് ഈ കോയിലിനുണ്ടായിരിക്കണം. അപ്പോൾ അത്രയും റെസിസ്റ്റൻസ് കോയിലിൽ ഉണ്ടായിരിക്കാൻ കോയിലിൽ ധാരാളം എണ്ണം ചുറ്റുകൾ ഉണ്ടായിരിക്കുകയും ചുറ്റാൻ ഉപയോഗിച്ച കമ്പി, ചുറ്റാൻ ഉപയോഗിച്ച കോപ്പർ അത് വളരെ തിൻ വയറായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. When the instrument is used as a voltmeter, the coil carries large number of turns of thin wire in order to possess certain amount of resistance. So that is necessary for dropping out the entire voltage to be measured across the coil. That much sufficient resistance should be there. അതിനുവേണ്ടി ധാരാളം ചുറ്റുകളും ചുറ്റാൻ ഉപയോഗിച്ച കണ്ടക്ടർ തിൻ വയറുമായിരിക്കും. ഇനി ഇതെല്ലാം വോൾട്ട്മീറ്ററുകളെല്ലാം സാധാരണ സർക്യൂട്ടിൽ എക്രോസ് ആയിട്ടാണ്, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വോൾട്ട്മീറ്ററുകൾ ഹൈ റെസിസ്റ്റൻസ് ഉള്ള മീറ്ററുകൾ. ഹൈ റെസിസ്റ്റൻസ് വോൾട്ട്മീറ്ററിനുണ്ട് എന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ റെസിസ്റ്റൻസ്. ഇനി ഈ ഇൻസ്ട്രുമെന്റ് ഒരു അമ്മീറ്റർ ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേ ചെയ്തിരിക്കും. അമ്മീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് നന്നേ കുറവായിരിക്കും. വളരെ കുറച്ചെണ്ണം ചുറ്റുകൾ മാത്രമേ കാണൂ. അമ്മീറ്ററുകളൊക്കെ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അമ്മീറ്റർ ലോ റെസിസ്റ്റൻസ് മീറ്ററുകൾ. അമ്മീറ്റർ ലോ റെസിസ്റ്റൻസ് മീറ്ററുകൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അമ്മീറ്ററിൻ്റെ അകത്തെ റെസിസ്റ്റൻസ് പ്രോസസ് ചെയ്യുന്ന ആ ഒരു
മീഡിയം എന്ന് പറയുന്നത് അതിൻ്റെ കോയിലാണ്. അപ്പോൾ കോയിലിൽ ചുറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. വെരി ഫ്യൂ ടൈംസ് ഓഫ് തിക്ക് വയർ. തിക്ക് വയർ ഉപയോഗിച്ചായിരിക്കും. തിക്ക് വയർ ഉപയോഗിക്കുന്നത് റേസൻസ് കുറയ്ക്കാൻ വേണ്ടി, ചുറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നത് റേസൻസ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ വളരെ ചെറിയ റേസൻസ് മാത്രമേ അമ്മീറ്ററുകൾ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടും അമ്മീറ്ററുകൾ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും നമ്മൾ മീറ്ററിൻ്റെ കോയിലിൽ വളരെ കുറച്ച് എണ്ണം ചുറ്റുകൾ മാത്രമേ ഇടുന്നുള്ളൂ. വളരെ കട്ടി കൂടിയ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും കോയിൽ വൈൻഡ് ചെയ്യുന്നത്. ഇത്രയാണ് MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളെ കുറിച്ച് പറയാം. ഇതൊന്നുകൂടെ പറയാം. MI മീറ്ററുകളിൽ മൂവിങ് ആൻഡ് മീറ്ററുകൾ വോൾട്ട് മീറ്ററുകളുമാണ് അമ്മീറ്ററുകളുമാണ്. MI മീറ്ററുകളിൽ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട്. മാഗ്നറ്റിക് എഫക്റ്റിന് രണ്ട് പ്രോപ്പർട്ടിയാണുള്ളത്, അട്രാക്ഷൻ പ്രോപ്പർട്ടി, റിപ്പൽഷൻ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ MI മീറ്ററുകൾ, MI അട്രാക്ഷൻ ടൈപ്പ് മീറ്ററുകളുണ്ട്, MI റിപ്പൽഷൻ ടൈപ്പ് മീറ്ററുകളുണ്ട്. ഇനി MI മീറ്ററുകൾ AC മെഷർമെന്റിനും DC മെഷർമെന്റിനും ഉപയോഗിക്കും. MI വോൾട്ട് മീറ്ററും MI അമ്മീറ്ററുകളുണ്ട്. അവ AC വോൾട്ട് മീറ്ററുകളും DC വോൾട്ട് മീറ്ററുകളും ആയി ഉപയോഗിക്കാം. അതുപോലെ AC കറണ്ട് മീറ്റർ, DC കറണ്ട് മീറ്റർ, AC ആൻഡ് DC അമ്മീറ്ററുകൾ ഉപയോഗിക്കാം. പക്ഷേ MI മീറ്ററുകൾ പ്രിഫറബിളി AC മെഷർമെന്റിനാണ് ഉപയോഗിക്കുന്നത്. കാരണം DC മെഷർമെന്റിനായിട്ട് വേറൊരു മീറ്റർ ഉണ്ട്, മൂവിങ് കോയിൽ പെർമനന്റ് മാഗ്നറ്റൈറ്റ് മീറ്റർ. DC വോൾട്ടേജ് DC കറണ്ടും വളരെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് MI മീറ്ററുകൾ AC മെഷർമെന്റിനായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. സപ്പോസ് ഒരു DC-ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മീറ്റർ അവൈലബിൾ അല്ലെങ്കിൽ MI മീറ്റർ DC കറണ്ടോ DC വോൾട്ടേജോ മെഷർ ചെയ്യും. DC കറണ്ട് DC അമ്മീറ്റർ, DC വോൾട്ടേജ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു സോഫ്റ്റ്വെയർ പീസിനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുമെന്ന പ്രിൻസിപ്പിളാണ്. MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സർക്കുലർ കോയിലാണ്. ആ കോയിലിൻ്റെ ഔട്ട്സൈഡിൽ ഒരു സ്പിൻഡിലിൽ ഒരു ഓവൽ ഷേപ്പ് സോഫ്റ്റ്വെയർ ഡിസ്ക് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തതൊക്കെ മൗണ്ട് ചെയ്തിരിക്കും. അതേ സ്പിൻഡിൽ തന്നെ പോയിന്റർ ബാലൻസ് ചെയ്യാനുള്ള ബാലൻസ് റേറ്റ്, പിന്നെ ഒരു പോയിന്റർ, അതുപോലെ കൺട്രോളിംഗ് ടോർക്ക് മീറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ വെയിറ്റ്, അതുപോലെ പോയിന്ററിനെ ഡാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് സംവിധാനത്തിനായി എയർ ചേംബർ ആൻഡ് പിസ്റ്റൺ അറേഞ്ച്മെന്റ് കൂടെ ഒരേ സ്പിൻഡിലെല്ലാം മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ കാണാവുന്നു. ഈ മീറ്ററിൽ ഈ സർക്കുലർ കോയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ആ കോയിലിൻ്റെ ചുറ്റിൻ്റെ തുടക്കവും ഒടുക്കവും ഈ മീറ്ററിൻ്റെ രണ്ട് ടെർമിനലായിട്ട് വരും. ഇത് വോൾട്ടിമീറ്ററായിട്ടും അമ്മീറ്ററായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി വോൾട്ടിമീറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ മീറ്ററിൻ്റെ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് വളരെ കൂടിയിരിക്കണം. വോൾട്ടിമീറ്റർ സർക്യൂട്ടിൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള മീറ്ററാണ്. അപ്പോൾ അത്രയും റെസിസ്റ്റൻസ് പ്രൊസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണം ചുറ്റുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും കോയിലിൽ. അതുപോലെ ചുറ്റാൻ ഉപയോഗിച്ചത് തിൻ കണ്ടക്ടർ ഉണ്ടായിരിക്കും. ഇനി അമ്മീറ്ററായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അമ്മീറ്ററുകൾ ലോ റെസിസ്റ്റൻസ് മീറ്ററുകളാണ്, സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലോ റെസിസ്റ്റൻസ് കോയിലിൽ ഉണ്ടാക്കാൻ, ഈ മീറ്ററിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദി കോയിൽ ഈസ് ഫൗണ്ട് വിത്ത് വെരി ഫ്യൂ ടൈംസ് ഓഫ് തിക്ക് വയർ. എനിവേ ഈ മീറ്റർ സർക്യൂട്ടിലോട്ട് ഇടുമ്പോൾ ഈ മെഷർ ചെയ്യാനുള്ള കറണ്ട് ഈ കോയിലിൽ കൂടി കടന്നു പോവുകയും അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സിമം സ്ട്രെങ്ത് കോയിലിൻ്റെ സെൻട്രൽ ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ സെൻട്രൽ ആക്സിസിലുള്ള മാക്സിമം ഫീൽഡ് സ്ട്രെങ്തിലേക്ക് ഈ ഔട്ട് സൈഡിലുള്ള ഓവൽ ഷേപ്പ് അയൺ ഡിസ്ക് അട്രാക്ട് ചെയ്യപ്പെടും. ആ അട്രാക്ഷൻ ഈ സ്പിൻഡിലിൽ ഒരു ട്വിസ്റ്റിംഗ് ഉണ്ടാക്കുകയും അത് പോയിന്ററിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആയി മാറുകയും ചെയ്യും. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് വിധേയമായിട്ടുണ്ട് പോയിന്റർ 0 പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറും. അത് എക്സാക്ട് റീഡിംഗ് ആയിട്ടുണ്ട്. പോയിന്ററിനെ കൺട്രോൾ ചെയ്യാനായി കൺട്രോൾ വെയിറ്റ് ഇട്ടിട്ടുണ്ട്, ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. അതുപോലെ പോയിന്ററിനെ ഡാമ്പ് ചെയ്യാനായി എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടുന്ന എയർ ചേംബർ ആൻഡ് പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയാണ് ഈ മീറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡിസ്ക്രൈബ് ദി കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിക്കുമ്പോൾ
പറയേണ്ടി വരും. ആദ്യമേ പറയേണ്ടത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റാണ്. അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു സോഫ്റ്റ് ആൻഡ് പീസിനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പ്രോപ്പർട്ടി. വോൾട്ടിമീറ്ററായിട്ട് അമ്മീറ്ററായിട്ട് ഉപയോഗിക്കാം. എ സി മെഷർമെൻറ്റും ഡി സി മെഷർമെൻറ്റും സാധ്യമാണ്, പക്ഷേ എ സി മെഷർമെൻറ്റിനാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, മൂവിങ് ആൻഡ് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, പിന്നെ മൂവിങ് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, പിന്നെ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് സബ്സീക്വൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.